വലിയ കാട്ടാനക്കൂട്ടമാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ, അതായത് ചാലക്കുടി പുഴയോട് ചേർന്ന പ്രദേശമാണ്. ഈ പുഴ മുറിച്ചു കടന്ന് ഈ അതിരപ്പള്ളിയിലേക്ക് കയറുന്ന എണ്ണപ്പനത്തോട്ടത്തിലാണ് ഇപ്പോൾ ഈ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഈ വൈകുന്നേരത്തോടു കൂടിയൊക്കെ എത്തുന്ന ആന രാവിലെ തീറ്റയെടുത്തതിന് ശേഷം ഇവിടെ നിന്നൊക്കെ മടങ്ങിപ്പോകുന്നതാണ് പതിവെങ്കിൽ ഇപ്പോഴും ആന ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശങ്കയായി നിലനിൽക്കുന്ന കാര്യം. ഈ ചാലക്കുടി പുഴയോട് ചേർന്ന് ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫെൻസിംഗ് തകർത്താണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരുടെ സ്വൈര്യ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഈ റൂട്ടിലേക്ക് കടക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തുരത്തണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എണ്ണപ്പന മറിച്ചിട്ട് ഇപ്പോൾ ആന തീറ്റ എടുക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ നേരം പുലർന്നിട്ടും ആന മടങ്ങിപ്പോകാത്തത് കൊണ്ട്, അതായത് നേരം പുലർന്നിരിക്കുന്ന നിരവധി വാഹനങ്ങൾ, അത് വിനോദസഞ്ചാരികളുടെ മാത്രമല്ല അന്തർ സംസ്ഥാന പാതയാണ്. ഇത് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള അന്തർ സംസ്ഥാന പാതയിലേക്കുള്ള അടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശത്താണ് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. അടിയന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ പുഴയ്ക്ക് അക്കരെ കടത്തിവിടണം എന്നുള്ളതാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്ന